ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്, ഇനി എന്ത് ആക്ഷൻ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ, അതേപോലെ തന്നെ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടുന്ന എന്ത് ഗൈഡൻസ്, എന്ത് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്ത് മെസ്സേജസ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനായിട്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനും നിങ്ങളുടെ എനർജീസ് കണക്റ്റഡ് ആവാനും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് വാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ എംപറർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റസ് ആൻഡ് ദ ടവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് വാൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ ഒരുപാട് പേരുടെ പേഴ്സൺ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഈ വ്യക്തി തന്നെ എടുത്ത ഒരു തീരുമാനത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഫേർട്ടിന്റെയോ പ്രയത്നത്തിന്റെയോ ഒരു ഭാഗമായി ഉണ്ടായി കാണാൻ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ചേഞ്ച് വേണമെന്ന് ഈ വ്യക്തി തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ള ഒരു വ്യക്തിയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കണം, സ്വന്തമായിട്ട് ഒരു ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തി തനിക്കിഷ്ടമുള്ള രീതിയിലെല്ലാം നടക്കണമെന്ന് ഇവർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരുപാട് ഈ വ്യക്തി എഫേർട്ട് എടുക്കുന്നുണ്ട്. അതായത് സ്വന്തം ഒരു തീരുമാനം അല്ലെങ്കിൽ സ്വന്തം ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു കാണണം. അത്തരത്തിൽ വളരെയധികം ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ വ്യക്തി എഫേർട്ട് എടുക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഒരുപാട് കൺഫ്യൂസ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. എന്താണ് ഇനി മുന്നോട്ട് നടക്കുക അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് ഈ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വളരെയധികം ക്ലാരിറ്റിയോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് കാണുന്നു ഈ വ്യക്തികൾ. ആരാണ് ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ട് ജീവിതത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ആണ് ഈ വ്യക്തിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും പേഴ്സൺസ് ആണെങ്കിലും ഈ വ്യക്തി തീർച്ചയായും ജീവിതത്തിൽ നിന്നും മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു ഈ വ്യക്തി. പക്ഷേ ഇപ്പോൾ വളരെയധികം വൈസായിട്ട് വളരെയധികം ഒരു ആലോചനയോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ, ഒരു ഇടപെടൽ, ഒരു ദൈവിക ശക്തിയുടെ ഒരു ഇടപെടൽ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഈ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുടെ ഒരു പ്രസൻസ് ഇവർക്ക് തീർച്ചയായും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് ഈ വ്യക്തി ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെ ഒരു സ്ട്രോങ് കണക്ഷൻ ആണ് ഈ വ്യക്തിക്കുള്ളതെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം പോസിറ്റീവാണ്, വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിയനിൽ വരാനായിട്ട് മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ്, മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, സെപ്പറേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വിത്ത് ദ 10 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇവർക്ക് ഒരുപാട് ശുഭകരമാണ് എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയത് മുതൽ ഇവരുടെ ലൈഫ് ഒരുപാട് പോസിറ്റീവായിട്ട് മാറി, അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ഒരു പോസിറ്റീവ്നെസ് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ആ ഒരു സമയത്ത് മുതൽ ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് ബെറ്റർമെന്റ് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നു. അത് ഇവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് ആണെങ്കിലും, അതായത് ഒരു ഇമോഷണലി ചിലപ്പോൾ ഇവർ വളരെയധികം ഒരു വീക്ക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള പേഴ്സൺസ് ആയിരുന്നു, ആളുകളായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ഉയർച്ച, ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ചിന്താ
അല്ലെങ്കിൽ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് ആക്ഷൻസ് ഒക്കെ എടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്ന ആ ഒരു സമയം മുതലാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും ഇവർ അതിൽ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നന്ദിയോടുകൂടി ഇവർ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വിത്ത് ദ വേൾഡ് കാർഡ്, ഇവിടെ തീർച്ചയായും നമുക്ക് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിത്ത് ദ വേൾഡ് കാർഡ് തീർച്ചയായും അതെല്ലാം റിലീസ് ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കംപ്ലീഷൻ ഓഫ് എ സൈക്കിൾ ആണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലോക്കേജ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം മാറി ഈ വ്യക്തി ഒരു പുതിയ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഉണർവിലേക്ക്, പുതിയൊരു എനർജിയിലോട്ട് മാറി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇവിടെ സക്സസ് എനർജി, റിലീസ് എനർജി നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് എ സൈക്കിൾ, നമ്മൾ പറഞ്ഞ പോലെ വേൾഡ് കാർഡ് തീർച്ചയായും ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഉണർവിനെ, പുതിയ ഒരു ഉയർച്ചത്തെ, പുതിയൊരു ലോകത്തെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന ആ ഒരു അവസ്ഥയെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റക്ഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണ്, തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണോ തേർഡ് പാർട്ടിയെയാണോ ചൂസ് ചെയ്യുക എന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും അതിലൊക്കെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ബേർഡൻസ് അല്ലെങ്കിൽ ഒരുപാട് പേടി, അതേപോലെ തന്നെ സഫറിങ്സ്, പെയിൻസ് ഒക്കെ ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ റിലീസ് ആകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വിത്ത് ദ സ്റ്റാർ കാർഡ് നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തീർച്ചയായും വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ കോൾ ചെയ്യാൻ, കോണ്ടാക്ട് ചെയ്യാൻ, അതേപോലെ തന്നെ മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വേഗത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർ കാർഡ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് റീയൂണിയൻ പോസിബിലിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് സ്റ്റാർ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 7-7 സിങ്ക്രോണിസിറ്റി ഒരുപാട് കാണുന്നുണ്ട്. മേ ബി 7 ഡേയ്സ് അല്ലെങ്കിൽ 7 hours ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 16 ഡേയ്സ് അല്ലെങ്കിൽ 16 hours, മേ ബി 25 ഡേയ്സ് 24 hours. അങ്ങനെ നിങ്ങൾക്ക് 7ന്റെ ഒരു സിങ്ക്രോണിസിറ്റി വരുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചിലപ്പോൾ ഡേയ്സിലാകാം, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ 7 എന്നുള്ള ഡേറ്റോ അല്ലെങ്കിൽ 25 എന്നുള്ള ഡേറ്റോ അല്ലെങ്കിൽ 16 എന്നുള്ള ഡേറ്റോ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ഇവന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറുകളിൽ, ഈ ഒരാഴ്ചകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും ഇവിടെ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരുടെ പേഴ്സൺ ഒരു ബ്രേക്ക് ത്രൂ ഇവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇവർക്കിപ്പോൾ അറിയാം എങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ആരെ ഒഴിവാക്കണം എന്നൊക്കെ ഇവർ വളരെയധികം ഇപ്പോൾ മനസ്സിലാക്കുന്ന ആ ഒരു മൈൻഡിലാണ് അല്ലെങ്കിൽ എനർജിയിലാണ് നിൽക്കുന്നത്. വിത്ത് ദ ഹൈ പ്രീസ്റ്റസ് കാർഡ് ആൻഡ് ടവർ കാർഡ് ഒരുപാട് പേർക്ക് ഇവരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളൽ വരുത്താൻ നോക്കിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരമുള്ള എനർജീസിനെ ഈ വ്യക്തികൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെയൊക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ തീർച്ചയായും ഇവരുടെ ലൈഫിൽ വേണ്ട എന്നുള്ള ഒരു മനസ്സറിവ് അല്ലെങ്കിൽ ഒരു മനസ്സിൽ ഒരു തോന്നൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്.
തീർച്ചയായും ചിലരുടെ ആളുകൾ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു ഹാർഷ് ബിഹേവിയർ ഒക്കെ ലൈഫിൽ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അതിലൊക്കെ ഒരുപാട് മാറ്റം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഈ വ്യക്തി തന്നെ അതിനെയെല്ലാം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത്തരം ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് വിജയം ഇവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ട്. തീർച്ചയായും സ്വന്തമായിട്ട് ഒരു ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം, ആരൊക്കെ എൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ആരെയൊക്കെ എൻ്റെ ലൈഫിൽ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ സിറ്റുവേഷനെ ഞാൻ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കാർമിക് സിറ്റുവേഷൻ ഒക്കെ റിലീസ് ആകുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും. ട്രസ്റ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാർമിക് എനർജി കാരണമാണ് നിങ്ങളെ ഇവർ ട്രസ്റ്റ് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇവർ അവിശ്വസിച്ചതെങ്കിൽ തീർച്ചയായും അതൊക്കെ മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമൊക്കെ നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് ഈ വ്യക്തിക്ക് ഇപ്പോൾ പശ്ചാത്താപം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ വിത്ത് ദ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ഒരു വലിയ മാറ്റം ഈ വ്യക്തിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ, ഈ വ്യക്തിയുടെ പേഴ്സണൽ, പ്രൊഫഷണൽ, ഈ വ്യക്തിയുടെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് മാറ്റം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് വ്യക്തിയുമായിട്ടാണോ ഈ പേഴ്സൺ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു വിടുതൽ, ഒരു റിലീസ് ഇവർക്ക് തീർച്ചയായും ഉണ്ടാകുന്നതാണ്. തീർച്ചയായും ഒരു കാർമിക് സിറ്റുവേഷനിൽ പെട്ടുപോയ ആളുകൾക്കൊക്കെ ഒരു റിലീസ് എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് കൂടി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്റ്റേ എവേ ഫ്രം ഗ്രീഡിനെസ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ലഭിക്കാവുന്ന നേട്ടം മുൻനിർത്തിയാകാം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതിനായി അവർ നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം. സോ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് ആദ്യമായി തരുന്നത്. സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് സെലിബ്രേഷൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. തീർച്ചയായും മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഒരു സക്സസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോബിന്റെ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിലൊക്കെയും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രേഷന് നിങ്ങൾ ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നാണ് എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജ്. തേർഡ് മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഡ്വൈസ് ഫ്രം ആൻ എൽഡർ വുമൺ എന്നാണ്. അതായത് ഒരു മുതിർന്ന സ്ത്രീയുടെ ഉപദേശം നിങ്ങൾക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നതാണ്. മേ ബി നിങ്ങളുടെ പേഴ്സണ് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നേരത്തെ നമുക്കൊരു സെലിബ്രേഷൻ കാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, വളരെ സെലിബ്രേഷൻ ഉള്ള അല്ലെങ്കിൽ സക്സസ് പ്രതീക്ഷിക്കാവുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം. സോ തീർച്ചയായും നിങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, ആറാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള കാർഡാണ്. സോ എനിക്ക് തോന്നുന്നു സേക്രഡ് ചക്ര ബ്ലോക്കേജ് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫിസിക്കലി അട്രാക്റ്റഡ് ആവുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും മാരേജുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 കാർഡ്സ് നമുക്കിവിടെ തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. സെലിബ്രേഷൻ, അതേപോലെ തന്നെ സക്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു മാരേജിനുള്ള സാധ്യത വളരെ വളരെ
കൂടുതലായി കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു റീയൂണിയൻ പോസിബിലിറ്റി തീർച്ചയായും നമ്മൾക്ക് കാർഡ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഏഞ്ചൽ മെസ്സേജസിലും നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുപാട് കൊണ്ടുവരിക. ഓക്കെ, സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് റിലീസ് ആകാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, സോ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.